ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. മുടി പൊഴിച്ചിൽ ഇന്ന് ഒരുപാട് പേരെ സംബന്ധിച്ചുള്ള ഒരു ആരോഗ്യ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ മുടി പൊഴിച്ചിൽ വന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമെന്ന് നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം. എന്നാൽ മുടി പൊഴിച്ചിൽ വന്ന് ഈ പൊഴിഞ്ഞു പോയ മുടി വീണ്ടും പെട്ടെന്ന് വളർന്നു വരുന്നതിന് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പലർക്കും വലിയ ഐഡിയ ഇല്ല. അതുകൊണ്ട് ഈ പൊഴിഞ്ഞു പോയ മുടി വളരെ പെട്ടെന്ന് വളരാനുള്ള ഫലപ്രദമായിട്ടുള്ള 15 മാർഗങ്ങൾ ഞാൻ വിശദീകരിക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഉള്ളിലേക്ക് ഫ്ലൂറൈഡ് എന്ന് പറയുന്ന മിനറൽ അമിതമായിട്ട് എത്താതെ നമ്മൾ ശ്രദ്ധിക്കണം. ഫ്ലൂറൈഡ് നമ്മുടെ പല്ലുകൾക്കും നമ്മുടെ മോണയുടെ ആരോഗ്യത്തിനും വളരെ ഫലപ്രദമാണ്. പക്ഷേ നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് ഫ്ലൂറൈഡ് അപകടകരമാണ്. പലപ്പോഴും ചില സ്ഥലങ്ങളിൽ ഉള്ള വെള്ളത്തിൽ, നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ ഫ്ലൂറൈഡിൻ്റെ അളവ് കൂടുതൽ കാണാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല, നമ്മൾ ഉപയോഗിക്കുന്ന പേസ്റ്റുകളിൽ പലതിലും ഫ്ലൂറൈഡ് ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം ഫ്ലൂറൈഡ് ഫ്രീ ആക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതിനുവേണ്ടി ചെയ്യേണ്ടത്, നിങ്ങൾ ഫിൽറ്റർ ചെയ്ത വെള്ളം, പലപ്പോഴും പൈപ്പിൽ നിന്നെല്ലാം നേരിട്ട് വെള്ളം കുടിക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളത് മാറ്റുക. പകരം നിങ്ങൾക്ക് മുടി പൊഴിച്ചിലുണ്ടെങ്കിൽ നിങ്ങൾ ഫിൽറ്റർ ചെയ്ത വെള്ളം കൂടുതലായിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഫിൽട്രേഷനിൽ നമുക്ക് ഒരു പരിധിവരെ ഫ്ലൂറൈഡിനെ നിയന്ത്രിച്ച് നിർത്താനായിട്ട് സാധിക്കും. മാത്രമല്ല, നിങ്ങൾ പല്ല് തേക്കാനായിട്ട് വാങ്ങുന്ന ടൂത്ത് പേസ്റ്റ് ഫ്ലൂറൈഡ് ഫ്രീ ആണ് എന്ന് ഉറപ്പുവരുത്താനായിട്ട് ശ്രദ്ധിക്കണം. മൂന്നാമത്തെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഫ്ലൂറൈഡ് മണ്ണിൽ കൂടുതലുണ്ടെങ്കിൽ തേയില ചെടികൾ കൂടുതലായിട്ട് ഈ ഫ്ലൂറൈഡിനെ വലിച്ചെടുത്ത് അവയുടെ ഇലകളിൽ സൂക്ഷിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തേയില കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്, അതായത് ചായ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്വഭാവമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുടി പൊഴിയാനുള്ള ഒരു സാധ്യതയുമുണ്ട്. നിങ്ങൾക്ക് മുടി വളർച്ചയുടെ തോതും കുറയും. 2 തരത്തിലാണ് ഇത് ബാധിക്കുന്നത്. ഫ്ലൂറൈഡ് കൂടുതലായിട്ട് എന്ന് കഴിഞ്ഞാൽ മുടി പുതിയതായിട്ട് വളരുകയുമില്ല. മാത്രമല്ല, ഫ്ലൂറൈഡ് കൂടുതലാകുന്നത് നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ഫംഗ്ഷൻ കുറയ്ക്കുന്നു. ഇതും നമ്മുടെ മുടിയുടെ ആരോഗ്യം കുറയ്ക്കുന്നതിന് കാരണമാകും. അതുകൊണ്ട് നിങ്ങൾക്ക് മുടി പൊഴിച്ചിലുണ്ടെങ്കിൽ നിങ്ങൾ തേയിലയുടെ ഉപയോഗം അല്ലെങ്കിൽ ചായയുടെ ഉപയോഗം ദിവസത്തിൽ 1 or 2 ആക്കി നിജപ്പെടുത്തി മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ സൾഫേറ്റ് കണ്ടന്റ് ഉള്ള സോപ്പും ഷാംപൂവിൻ്റെ ഉപയോഗം പൂർണ്ണമായിട്ടും നിർത്തണം. സൾഫേറ്റ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണഗതിയിൽ സോപ്പിനകത്തോ ഷാംപൂവിനകത്തോ നമ്മുടെ മുടിയുടെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ചെളിയും എണ്ണമയവും പോകുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന 2 ഇനം കെമിക്കലുകളാണ്. ഒന്ന് സോഡിയം ലോറേറ്റ് സൾഫേറ്റും സോഡിയം ലോറേറ്റ് സൾഫേറ്റും. ഇവയുടെ പ്രത്യേകത, ഇവ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ഇവ ചേർന്നിട്ടുള്ള ഷാംപൂവോ സോപ്പോ അല്ലെങ്കിൽ നമ്മൾ തലയിൽ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഷവർ ജെല്ലുകളോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവ നമ്മുടെ മുടിയുടെ ആ ഒരു പ്രോട്ടീൻ കണ്ടന്റ്, നിങ്ങൾക്കറിയാം മുടി നിർമ്മിച്ചിരിക്കുന്നത് പ്രോട്ടീൻ കൊണ്ടാണ്. ഈ പ്രോട്ടീൻ ബ്രേക്ക് ഡൗണിന്, പ്രോട്ടീൻ തകരുന്നതിന് കാരണമാകാറുണ്ട്. പലപ്പോഴും നമ്മൾ ചില ഇനം ഷാമ്പുകളെല്ലാം ഉപയോഗിക്കുന്ന സമയത്ത് മുടി വല്ലാണ്ട് വരണ്ടു പോവുകയോ അല്ലെങ്കിൽ മുടി പൊട്ടിപ്പോവുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഈ സൾഫേറ്റ് കണ്ടന്റ് ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഈ സൾഫേറ്റ് കണ്ടന്റ് ഉള്ളവ ഒഴിവാക്കി പോകുന്നതായിരിക്കും നല്ലത്. മാത്രമല്ല, നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ടെൻഡൻസി ഉണ്ടെങ്കിലോ താരൻ്റെ ടെൻഡൻസി ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ സെബോറിക് ഡെർമറ്റൈറ്റിസ് ടെൻഡൻസി ഉണ്ടെങ്കിലോ നമ്മൾ ഇത്തരത്തിൽ ഈ സൾഫേറ്റ് കണ്ടന്റ് ഉള്ള ഷാമ്പുകളോ അല്ലെങ്കിൽ സോപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ തലയോട്ടി വല്ലാണ്ട് വരണ്ടു പോകുന്നതിനും നമ്മുടെ ഈ സെബോറിക് ഡെർമറ്റൈറ്റിസ് വർദ്ധിക്കാനും തലയോട്ടിയുടെ ആരോഗ്യം കുറയാനും മുടി പൊഴിച്ചിൽ വർദ്ധിക്കാനും കാരണമാകും. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ മുടി വേഗം വളരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സൾഫേറ്റ് കണ്ടന്റ് ഉള്ള സോപ്പും ഷാമ്പുവും ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഇനി മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നത്, പുരുഷന്മാരിൽ കാണുന്ന കഷണ്ടി ഉണ്ടാക്കുന്ന DST, ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്റെറോൺ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ ഓവറായിട്ടുള്ള അളവാണ്. പുരുഷ ഹോർമോണായിട്ടുള്ള ടെസ്റ്റോസ്റ്റെറോണ് ഈ DST ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് 5-alpha റിഡക്ടേസ് എന്ന് പറയുന്ന ഒരു എൻസൈമാണ്. ഏതൊക്കെ പുരുഷന്മാരിലാണോ ഈ 5-alpha റിഡക്ടേസ് എന്ന് പറയുന്ന എൻസൈം കൂടുതൽ നിൽക്കുന്നത്, അവരിൽ ഈ തലയോട്ടിയിൽ DST എന്ന് പറയുന്ന ഒരു ഹോർമോൺ കൂടുതൽ ഉണ്ടാകുകയും അവർക്ക് കൂടുതൽ മുടി പൊഴിയുകയും ചെയ്യും. പുരുഷന്മാരിൽ കഷണ്ടി ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നതിന് കാരണം ഈ DST കൂടുതൽ ഉണ്ടാകുന്നതാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഈ 5-alpha റിഡക്ടേസ് എന്ന് പറയുന്ന എൻസൈമിനെ കുറച്ച് നിർത്തിയാൽ അവർക്ക് കഷണ്ടി ഉണ്ടാവാനുള്ള സാധ്യത കുറയും. ഇതിനു വേണ്ടി നമുക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ ചെയ്യുന്ന ചില ഹോം റെമഡികൾക്ക്, ഒറ്റമൂലികൾക്ക് ഈ 5-alpha റിഡക്ടേസ് എന്ന് പറയുന്ന എൻസൈമിനെ കുറച്ച് നിർത്താനും ഈ DST എന്ന് പറയുന്ന ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കാനും സാധിക്കും. അതിനുവേണ്ടി ചെയ്യേണ്ട ഫലപ്രദമായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഞാനിനി വിശദീകരിക്കുന്നത്. ഒന്നാമത്തത് ഗ്രീൻ ടീയുടെ ഉപയോഗമാണ്. ഗ്രീൻ ടീ നമ്മൾ ദിവസം 1 or 2 കുടിക്കുന്നതും അതേപോലെ തന്നെ ഗ്രീൻ ടീ തലയോട്ടിയിൽ അപ്ലൈ ചെയ്യുന്നതും നമുക്ക് ഈ DST ഹോർമോൺ കുറച്ച് നിർത്താനായിട്ട് സഹായിക്കും. നിങ്ങൾ ഈ ഗ്രീൻ ടീയുടെ ബാഗ് ഇട്ടിട്ട് ഒരു ഗ്ലാസ് നിങ്ങൾ ഒരു ഗ്രീൻ ടീ എടുക്കുക. അതിൽ തന്നെ ഈക്വൽ എമൗണ്ട് 1 ഗ്ലാസ് കൂടി വെറും വെള്ളം ചേർക്കുക. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ തലയോട്ടിയിൽ ഒന്ന് തേച്ച് പിടിപ്പിക്കുക. വളരെ ലൈറ്റായിട്ട് നിങ്ങളൊന്ന് തലയോട്ടിയിൽ തേച്ച് പിടിപ്പിച്ച് ഒരു 15 മിനിറ്റ് നിങ്ങളതങ്ങനെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം
നിങ്ങൾ കഴുകിക്കളയുക. ദിവസം 1-2 ഗ്ലാസ് ഗ്രീൻ ടീ കുടിക്കുന്നതും നല്ലതാണ്. ഇത് രണ്ടും തന്നെ നമ്മുടെ ശരീരത്തിലെ ഈ 5-ആൽഫ റിഡക്ടേസ് എന്ന് പറയുന്ന എൻസൈമിൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു. രണ്ടാമത്തത് ഉള്ളി ജ്യൂസിൻ്റെ ഉപയോഗമാണ്. ഉള്ളി നിങ്ങൾക്ക് ഭക്ഷണത്തിൽ ചേർത്ത് കഴിക്കുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ ഉള്ളിയുടെ ജ്യൂസ് എടുത്തിട്ട് ഈക്വൽ എമൗണ്ട് നിങ്ങൾ വെള്ളവും ചേർത്ത് നമ്മൾ ഗ്രീൻ ടീ ഉപയോഗിച്ചതുപോലെ തലയോട്ടിയിലൊന്ന് തേച്ച് പിടിപ്പിച്ച് ഒരു 15 മിനിറ്റ് വച്ചിരുന്നതിന് ശേഷം നിങ്ങൾക്ക് കുളിക്കുമ്പോൾ ഇതങ്ങ് കഴുകിക്കളയാവുന്നതാണ്. ഉള്ളി ജ്യൂസ് 2 തരത്തിൽ നമ്മുടെ മുടിക്ക് ഗുണം ചെയ്യും. ഒന്ന്, ഉള്ളി ജ്യൂസ് നമ്മുടെ മുടിയുടെ കട്ടി വർദ്ധിപ്പിക്കാനായിട്ട്, അതായത് മുടി കൂടുതൽ പെട്ടെന്ന് പൊട്ടിപ്പോകാതിരിക്കാനായിട്ട് സഹായിക്കുന്നു. രണ്ടാമത്തത്, ഈ ഉള്ളി ജ്യൂസ് ഈ DST എന്ന് പറയുന്ന ഹോർമോണിൻ്റെ പ്രൊഡക്ഷനെ കുറയ്ക്കുന്നു. നമുക്ക് കൂടുതൽ മുടി വളരാനായിട്ട് ഇത് സഹായിക്കുന്നു. മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് വെളിച്ചെണ്ണയാണ്. ഉരുക്ക് വെളിച്ചെണ്ണ അഥവാ വെർജിൻ കോക്കനട്ട് ഓയിൽ നിങ്ങൾക്കറിയാം. സാധാരണ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണയേക്കാൾ ഉരുക്ക് വെളിച്ചെണ്ണയ്ക്ക് ഒരു മെഡിസിനൽ എഫക്റ്റ് ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാം. ഉരുക്ക് വെളിച്ചെണ്ണ നമ്മൾ തലയോട്ടിയിൽ പുരട്ടുന്നതും അതേപോലെ തന്നെ ഉരുക്ക് വെളിച്ചെണ്ണ വെർജിൻ കോക്കനട്ട് ഓയിൽ നിങ്ങൾ സാലഡിൽ ചേർത്ത് കഴിക്കുന്നത് നല്ലതാണ്. ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള ലോറിക് ആസിഡ് നമ്മുടെ തലയോട്ടിയിൽ ഈ ഡൈഹൈഡ്രോക്സി ടെസ്റ്റോസ്റ്റെറോണിൻ്റെ അളവ് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു. അത് ക്ലിനിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പതിവായിട്ട് നിങ്ങൾ ആഴ്ചയിൽ 1-2 ദിവസമെങ്കിലും ഒരു അല്പം ഉരുക്ക് വെളിച്ചെണ്ണ വെർജിൻ കോക്കനട്ട് ഓയിൽ തലയോട്ടിയിൽ മാത്രം പുരട്ടുന്നതും അതേപോലെ 1 സ്പൂൺ നിങ്ങൾ ഒരു ദിവസം സാലഡിൽ ചേർത്ത് കഴിക്കുന്നതും നല്ലതായിരിക്കും. കൂടാതെ നമ്മൾ പൊടിപ്പിച്ച മഞ്ഞൾപ്പൊടി നിങ്ങൾ ഭക്ഷണത്തിൽ ചേർത്ത് കഴിക്കുന്നതും മത്തങ്ങാക്കുരു ദിവസവും ഒരു ചെറിയ സ്പൂൺ മത്തങ്ങാക്കുരു നിങ്ങൾ കഴിക്കുന്നതും നമ്മുടെ തലയോട്ടിയിൽ ഈ DSTയുടെ പ്രൊഡക്ഷൻ കുറയ്ക്കാനും നമ്മുടെ മുടി വളരെ ആക്റ്റീവായിട്ട് വളരാനും സഹായിക്കുന്നതാണ്. ഇതുകൂടാതെ സിങ്ക് കണ്ടൻ്റുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. സിങ്കിന് 2 തരത്തിൽ, ഒന്ന് നമുക്ക് മുടി വളരുന്നതിന് ഫലപ്രദമായിട്ടുള്ള ഒരു മിനറലാണ്. രണ്ടാമത്തത് ഈ DST എന്ന് പറയുന്ന ഹോർമോണിൻ്റെ പ്രൊഡക്ഷനെ ഒരു പരിധിവരെ കുറച്ച് നിർത്തുന്നതിനും സിങ്കിന് സഹായിക്കും. സിങ്ക് കണ്ടൻ്റുള്ള ഭക്ഷണം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത് ഓയിസ്റ്റേഴ്സിലാണ്. ചിപ്പി, കക്കയൊക്കെ ഇല്ലേ, അതിൽ. അല്ലാതെ നമുക്ക് കിട്ടുന്ന കടൽ മത്സ്യങ്ങൾ, അത്യാവശ്യം ഇറച്ചി, മുട്ട, ഇവയ്ക്കകത്തും സിങ്ക് നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇനി അടുത്ത പ്രധാനപ്പെട്ട മാർഗ്ഗം എന്ന് പറയുന്നത് ആപ്പിൾ സിഡർ വിനിഗറിൻ്റെ ഉപയോഗമാണ്. ആപ്പിൾ സിഡർ വിനിഗർ നിങ്ങൾക്കറിയാം, ഞാൻ അതിനെക്കുറിച്ച് മുൻപും ഒരു വീഡിയോ ചിത്രത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. ആപ്പിൾ സിഡർ വിനിഗർ 2 തരത്തിൽ നമുക്ക് മുടി വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം. ഒന്ന്, നിങ്ങൾ ദിവസവും 1 സ്പൂണ് 1 ഗ്ലാസ് വെള്ളത്തിൽ ചേർത്ത് കുടിക്കുന്നത് നല്ലതാണ്. രണ്ടാമത്തത്, നിങ്ങൾ ആപ്പിൾ സിഡർ വിനിഗർ തലയോട്ടിയിൽ അപ്ലൈ ചെയ്യുക, നേരിട്ടല്ല. അത് നിങ്ങളൊരു 1 ഔൺസ് ആപ്പിൾ സിഡർ വിനിഗർ എടുത്തിട്ട് അത് 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്യണം. എന്നിട്ട് ആ വെള്ളം നിങ്ങൾ തലയോട്ടിയിൽ ഗ്രാജുവലി തേച്ച് പിടിപ്പിക്കുക. ഒരു 15 മിനിറ്റ് തലയോട്ടിയിൽ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുക. അതിനുശേഷം കഴുകിക്കളയുക. ഇതിൻ്റെ ഗുണം എന്ന് പറയുന്നത്, ഇത് ഒന്ന് തലയോട്ടിയിൽ വളരുന്ന ഫംഗസ് ഉണ്ട്. നിങ്ങൾക്ക് കാൻഡിഡ എന്നൊക്കെ പോലുള്ള തലയോട്ടിയിൽ വളരുന്ന ചില ഇനം ഫംഗസുകളുണ്ട്. ഇത് നമ്മുടെ മുടിയുടെ വളർച്ചയെ തടയുന്ന ചില രോഗാണുക്കളാണ്. ഇവയുടെ വളർച്ച തടയുന്നതിനും തലയോട്ടി നീറ്റാക്കുന്നതിനും നമുക്ക് ഈ ആപ്പിൾ സിഡർ വിനിഗർ ഉപയോഗിക്കുന്നത് നല്ലതാണ്. രണ്ടാമത്തത്, സിവിയറായിട്ട് സെബോറിക് ഡെർമറ്റൈറ്റിസ് ഉള്ളവർക്ക് ആഴ്ചയിൽ 1 ദിവസമോ 2 ദിവസമോ എങ്കിലും കുളിക്കുന്നതിന് മുൻപ് ഒരു 15 മിനിറ്റ് ഞാൻ ഈ പറഞ്ഞ പോലെ 1 ഔൺസ് ആപ്പിൾ സിഡർ വിനിഗർ ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അത് തലയോട്ടിയിൽ തേച്ച് പിടിപ്പിച്ച് ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. ഇത് തലയോട്ടിയിൽ വരുന്ന ഈ സെബോറിക് ഡെർമറ്റൈറ്റിസ്, നമ്മൾ താരൻ പോലെ പറ്റി പിടിച്ചിരിക്കുന്നില്ലേ, അത് പോകുന്നതിനും ആ ഒരു ഇൻഫ്ലമേഷൻ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന നീർക്കെട്ട് കുറയുന്നതിനും നല്ലതാണ്. ഇതും നമ്മുടെ മുടി വളരെ പെട്ടെന്ന് വളരാനായിട്ട് സഹായിക്കും. ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ഭക്ഷണത്തിൽ ആവശ്യത്തിന് പ്രോട്ടീനുകൾ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. നമ്മുടെ മുടി നിർമ്മിച്ചിരിക്കുന്നത് പ്രധാനമായിട്ടും കൊളാജൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ കൊണ്ടാണ്. കൊളാജനും കെരാറ്റിനുമാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഇവ നിർമ്മിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആവശ്യത്തിന് പ്രോട്ടീൻ കഴിച്ചിരിക്കണം. അതായത് നിങ്ങൾ നോൺ വെജ് കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മുട്ട, മീൻ, ഇറച്ചി ഇവ നിങ്ങൾക്ക് ധാരാളമായിട്ട് ഫുഡിൽ ഉൾപ്പെടുത്തുക. ഇനി അതല്ല, നിങ്ങൾ വെജിറ്റേറിയൻ ആണെന്നുണ്ടെങ്കിൽ പാലുൽപ്പന്നങ്ങൾ, പനീർ, വെണ്ണ പോലുള്ളവയ്ക്കകത്ത് പ്രോട്ടീൻ സമൃദ്ധിയായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് കൂണ് കഴിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ പനീർ കഴിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പയറ്, കടല, പരിപ്പ് പോലുള്ളവ ധാരാളമായിട്ട് ഉപയോഗിക്കാം. ഇവയ്ക്കകത്തെല്ലാം പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട്. ഒരു 70 കിലോ ഭാരമുള്ള ഒരാളാണെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 45 ഗ്രാം പ്രോട്ടീനെങ്കിലും ഒരു ദിവസം കഴിച്ചിരിക്കണം. നോൺ വെജ് ആണ്, അതായത് നിങ്ങൾക്ക് മുട്ടയുടെ വെള്ളയോ അല്ലെങ്കിൽ മീനോ ഇറച്ചിയോ ഒക്കെയാണ് നിങ്ങൾക്ക് വളരെ ചിലവില്ലാതെ നിങ്ങൾക്ക് ഈസി ആയിട്ട് പ്രോട്ടീൻ കിട്ടാൻ സാധിക്കുന്ന ഭക്ഷണങ്ങൾ. ഇത് പതിവായിട്ട് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കെല്ലാം ഒരു 8 വയസ്സ്
വയസ്സ് മുതൽ തന്നെ അവർക്ക് കൃത്യമായിട്ട് പ്രോട്ടീൻ നന്നായിട്ട് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് മുടി അവർക്ക് വളർന്നു വരുന്നത് കാണാൻ സാധിക്കും. ഇനി വേണ്ടത് ബി കോംപ്ലക്സ് വൈറ്റമിനുകളുടെ ഉപയോഗമാണ്. നിങ്ങൾക്കറിയാം, നമ്മുടെ മുടി ഏറ്റവും സമൃദ്ധിയായിട്ട് വളരണം എന്നുണ്ടെങ്കിൽ, നന്നായിട്ട് പുറത്തേക്ക് വളരണം എന്നുണ്ടെങ്കിൽ ബി കോംപ്ലക്സ് വൈറ്റമിനുകൾ അത്യാവശ്യമാണ്. പലപ്പോഴും നമ്മൾക്ക് ഭക്ഷണത്തിൽ എപ്പോഴെങ്കിലും ഈ ബി കോംപ്ലക്സിൻ്റെ കുറവ് വരുമ്പോഴാണ് മുടി വളരുന്നില്ല എന്നുള്ളൊരവസ്ഥയും മുടി നേർത്തു വരുന്നത്, മുടി പൊഴിച്ചിലും ഉണ്ടാക്കുന്നത്. ബി കോംപ്ലക്സ് വൈറ്റമിനുകൾ സമൃദ്ധിയായിട്ട് അടങ്ങിയിട്ടുള്ളത് തവിടുള്ള അരിയിലെ കുത്തരിയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. കൂടാതെ മുട്ട, ഇറച്ചി എന്നിവയിലും ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇറച്ചി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മത്സ്യം നല്ലതാണ്, അല്ലെങ്കിൽ ഇറച്ചി വർഗ്ഗങ്ങൾ, പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് കരള്, നമ്മുടെ മൃഗങ്ങളുടെ കരള് പതിവായിട്ട് കഴിക്കുന്നത്, അതിനകത്ത് വളരെ സമൃദ്ധിയായിട്ട് ബി കോംപ്ലക്സ് വൈറ്റമിനുകൾ അടങ്ങിയിട്ടുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ കടല, പയറ്, പരിപ്പ് പോലുള്ളവ കഴിക്കാവുന്നതാണ്, ഇലക്കറികൾ കഴിക്കാവുന്നതാണ്. ഇവയ്ക്കകത്തെല്ലാം ഉയർന്ന അളവിൽ ബി കോംപ്ലക്സ് വൈറ്റമിനുകൾ അടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് അവരുടെ ഈസ്ട്രജൻ ഹോർമോണിൻ്റെ വേരിയേഷൻ കൊണ്ട് മുടിയുടെ ഗ്രോത്ത് ബാധിക്കപ്പെടാറുണ്ട്. ഇത് കറക്റ്റ് ചെയ്യുന്നതിന്, അതായത് ഈസ്ട്രജൻ ഹോർമോൺ സ്ത്രീകളിൽ ഒരു പരിധിക്ക് മുകളിൽ ഉയരാതെയും ഒരു പരിധിയിൽ കൂടുതൽ താഴ്ന്നു പോകാതെയും നിലനിർത്തണം എന്നുണ്ടെങ്കിൽ അവർ ക്രൂസിഫറസ് വെജിറ്റബിൾസ് കഴിച്ചിരിക്കണം. ക്രൂസിഫറസ് വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ ക്യാബേജ്, കോളിഫ്ലവർ, ബ്രോക്കോളി പോലുള്ളവ പതിവായിട്ട് അവർ ഫുഡിൽ ഉൾപ്പെടുത്തണം. പലപ്പോഴും ക്രൂസിഫറസ് വെജിറ്റബിൾസ് കഴിക്കാൻ പറയുമ്പോൾ അയ്യോ ഇത് തൈറോയ്ഡ് പ്രശ്നം സൃഷ്ടിക്കത്തില്ലേ എന്ന് ഭയപ്പെടുന്നവർ മനസ്സിലാക്കുക, നന്നായിട്ട് പാകം ചെയ്താണ് നിങ്ങൾ ഈ ക്യാബേജ്, കോളിഫ്ലവർ, ബ്രോക്കോളി പോലുള്ളവയൊക്കെ കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള ഗോയിട്രോജൻസ് ഉണ്ടാക്കുന്ന, അതായത് തൈറോയ്ഡ് പ്രശ്നം ഉണ്ടാക്കുന്ന കെമിക്കലുകൾ നശിച്ചു പോകും. നിങ്ങൾക്ക് സേഫായിട്ട് ഇവ കഴിക്കാവുന്നതാണ്. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് സെലീനിയത്തിൻ്റെ ഉപയോഗമാണ്. സെലീനിയം എന്ന് പറയുന്ന മിനറൽ രണ്ട് തരത്തിൽ നമ്മുടെ മുടി വളർച്ചയെ സഹായിക്കുന്നുണ്ട്. ഒന്ന്, നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന അമിതമായിട്ടുള്ള സ്ട്രെസ് ഉണ്ട്, അമിതമായിട്ട് ടെൻഷൻ. ഈ ടെൻഷൻ നമ്മുടെ രക്തത്തിൽ ഈ സ്ട്രെസ് ഹോർമോണായിട്ടുള്ള കോർട്ടിസോളിനെ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ കാരണമാകും. കോർട്ടിസോൾ വരുമ്പോഴും അതേപോലെ നമ്മുടെ രക്തത്തിൽ നമുക്ക് അപകടകാരിയായിട്ടുള്ള ഫ്രീ റാഡിക്കൽസ് കൂടുതൽ ഫോം ചെയ്താലും നമ്മുടെ മുടിയുടെ ഗ്രോത്ത് ക്രമേണ കുറഞ്ഞു വരുന്നു. ഇതിനെ തടയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സെലീനിയം അടങ്ങിയ ഭക്ഷണം ധാരാളം കഴിക്കണം. അതായത് സെലീനിയം കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടെ സ്ട്രെസ്സ് കൊണ്ട് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന അമിതമായിട്ടുള്ള ടെൻഷൻ കൊണ്ട് ശരീരത്തിലുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കുറയ്ക്കുകയും മുടി വളർച്ചയെ സഹായിക്കും എന്നർത്ഥം. മാത്രമല്ല സെലീനിയം കഴിച്ചാൽ ഇത് നമ്മുടെ തൈറോയിഡിൻ്റെ ഗ്രന്ഥിയുടെ ഫങ്ഷൻ പ്രോപ്പറായിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നു. ഇതും നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമാണ്. സെലീനിയം ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കടൽ മത്സ്യങ്ങളാണ്. അതിനകത്ത് പ്രത്യേകിച്ച് പറയാനുള്ളത് ഓയിസ്റ്റേഴ്സ്, നമ്മുടെ ചിപ്പി, കക്ക പോലുള്ള ഭക്ഷണങ്ങൾ, ഷെൽ ഫിഷസ്, ഞണ്ട്, കൊഞ്ച്, കണവ പോലുള്ളവയ്ക്കകത്ത്, അതല്ലെങ്കിൽ കൂണില്ലേ മഷ്റൂം, ഇവയ്ക്കകത്തും എല്ലാം ഉയർന്ന അളവിൽ ഈ സെലീനിയം അടങ്ങിയിട്ടുണ്ട്. അതല്ലെങ്കിൽ തവിടുള്ള അരി, കുത്തരി നിങ്ങൾ പതിവായിട്ട് ഉപയോഗിക്കുമെങ്കിലും സെലീനിയം നിങ്ങൾക്ക് സമൃദ്ധിയായിട്ട് കിട്ടും. മാത്രമല്ല നിങ്ങൾക്ക് മത്സ്യം, മുട്ടയ്ക്കകത്തും അത്യാവശ്യം സെലീനിയം അടങ്ങിയിട്ടുണ്ട്. ഇനി ശ്രദ്ധിക്കേണ്ടത് തൈറോയ്ഡ് ഗ്രന്ഥിക്ക് നീർവീക്കമുള്ള ആൾക്കാരിലാണ്. അതായത് തൈറോയിഡിൻ്റെ ഹോർമോണിൽ പലർക്കും ഏറ്റക്കുറച്ചിലുണ്ടാകുന്നതിന് തൈറോയ്ഡ് ഗ്രന്ഥിക്കെതിരെ നമ്മുടെ ശരീരത്തിൽ ഫോം ചെയ്യുന്ന ആൻറ്റിബോഡികൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഇതിന് പലപ്പോഴും നമ്മൾ ഓട്ടോ ഇമ്മ്യൂൺ തൈറോയിഡൈറ്റിസ് അഥവാ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് എന്നാണ് ഈ ഒരു കണ്ടീഷന് പറയുന്ന പേര്. ഇത്തരത്തിൽ ഓട്ടോ ഇമ്മ്യൂൺ തൈറോയിഡൈറ്റിസ് അഥവാ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ഉള്ള ആൾക്കാരാണെങ്കിൽ അവർ ഗ്ലൂട്ടൻ കണ്ടന്റുള്ള ഭക്ഷണങ്ങൾ കുറയ്ക്കണം. ഗ്ലൂട്ടൻ എന്ന് പറയുന്നത് നമ്മുടെ ഗോതമ്പിലും അതേപോലെ ഓട്സിലും ബാർലിയിലുമെല്ലാം കാണുന്ന ഒരിനം പ്രോട്ടീനാണ്. ഓട്ടോ ഇമ്മ്യൂൺ തൈറോയിഡൈറ്റിസ് അഥവാ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ഉള്ളവർ പതിവായിട്ട് ഈ ഗ്ലൂട്ടൻ കണ്ടിട്ടുള്ള ഗോതമ്പോ ഓട്സോ എല്ലാം കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് മുടിയുടെ ഗ്രോത്ത് ക്രമേണ കുറഞ്ഞു വരാൻ അത് കാരണമായി വരും. അതുകൊണ്ട് തൈറോയ്ഡ് ഗ്രന്ഥിക്ക് ഇത്തരത്തിലൊരു ഓട്ടോ ഇമ്മ്യൂൺ ഇൻഫ്ലമേഷനാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്തരത്തിൽ ഗ്ലൂട്ടൻ കണ്ടിട്ടുള്ള ഭക്ഷണങ്ങൾ കുറയ്ക്കുക. അത് നിങ്ങൾക്ക് മുടി പൊഴിച്ചിൻ്റെ തോത് കുറയാനും മുടി കൂടുതൽ വളരാനും സഹായിക്കും. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു മിനറൽ എന്ന് പറയുന്നത് സിലിക്ക അഥവാ സിലിക്കൺ ഡയോക്സൈഡിൻ്റെ ഉപയോഗമാണ്. അതായത് നമ്മുടെ മുടിക്ക് ഉള്ളു വർദ്ധിക്കണം എന്നുണ്ടെങ്കിൽ, മുടിക്ക് കട്ടി കൂടണം എന്നുണ്ടെങ്കിൽ, ഈ പൊട്ടിപ്പോകുന്നത് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ സിലിക്കൺ ഡയോക്സൈഡ്, സിലിക്ക വളരെ അത്യാവശ്യമാണ്. ഏറ്റവും കൂടുതൽ സിലിക്ക അടങ്ങിയിട്ടുള്ള ഭക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ ബീൻസില്ലേ, നമ്മൾ വീട്ടിൽ വാങ്ങുന്ന പച്ച ബീൻസ് പതിവായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് സിലിക്കൺ ഡയോക്സൈഡ് ശരീരത്തിൽ ലഭിക്കും. രണ്ടാമത്തത് ഏത്തപ്പഴമാണ്. ഏത്തപ്പഴത്തിലും ഇലക്കറികൾക്കകത്തും അതേപോലെ തന്നെ നമ്മുടെ തവിടരിയില്ലേ, റെഡ് റൈസ്, ഇതിനകത്തും ഉയർന്ന അളവിൽ നമുക്ക് സിലിക്കൺ ഡയോക്സൈഡ്, സിലിക്ക അടങ്ങിയിട്ടുണ്ട്. ഇത്തരം ഭക്ഷണങ്ങൾ പതിവായിട്ട് കഴിക്കുന്നതും നമ്മുടെ മുടിയുടെ കട്ടി വർദ്ധിക്കാനായിട്ട് സഹായിക്കും. ഇനി ശ്രദ്ധിക്കേണ്ടത് ഈ PCOD രോഗമുള്ള സ്ത്രീകൾക്കാണ്. PCOD രോഗമുള്ള സ്ത്രീകൾക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് കാണാനുള്ള ഒരു സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, വണ്ണമുള്ള സ്ത്രീകൾക്ക് പലപ്പോഴും അവരുടെ മുടിയുടെ തിക്നെസ് കുറഞ്ഞ് അവരുടെ തലയോട്ടി കാണാൻ പറ്റുന്ന ഒരു അവസ്ഥ പലരിലും അറിയാം. ഇത് കൊച്ചു പെൺകുട്ടികൾ മുതൽ പ്രായമുള്ള സ്ത്രീകൾക്ക് വരെ തലയോട്ടിയിൽ മുടിയുടെ
ഉള്ള് കുറഞ്ഞു വരുന്നത് അറിയാൻ സാധിക്കും. ഇതിന് കാരണം അവരുടെ ശരീരത്തിലുള്ള ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ളത് അവരുടെ ശരീരത്തിൽ ഓട്ടോമാറ്റിക്കലി പുരുഷ ഹോർമോൺ ആൻഡ്രോജൻ ഒരല്പം വർദ്ധിക്കുന്നതിന് കാരണമാകും. ഇതുകൊണ്ടാണ് അവർക്ക് മുടിയുടെ തിക്നെസ് കുറഞ്ഞു വരുന്നത്. ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ 3 കാര്യങ്ങളാണ് പ്രധാനം. ഒന്ന്, നന്നായിട്ട് വ്യായാമം ചെയ്യുക. രണ്ടാമത്തത്, കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അതായത് മധുരത്തിൻ്റെ ഉപയോഗം നന്നായിട്ട് കുറയ്ക്കുക. മൂന്നാമത്തത്, സമയത്തിന് കിടന്നുറങ്ങുക. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാനും സാധിക്കും. ഇത്തരത്തിൽ മുടി പൊഴിച്ചിൽ, അതുകൊണ്ടുണ്ടാകുന്ന മുടി പൊഴിച്ചിലിനെ കുറയ്ക്കാനും സാധിക്കും. ഇനി അവസാനത്തെ കാര്യം, മുടി വളരുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പ്രോബയോട്ടിക്കുകളുടെ ഉപയോഗമാണ്. അതായത് നമ്മുടെ ആമാശയത്തിനകത്ത് നമ്മുടെ ശരീരത്തിന് ഗുണകരമായിട്ടുള്ള ബാക്ടീരിയകളെ കൂടുതൽ വളർത്തിക്കഴിഞ്ഞാൽ അത് നമ്മുടെ മുടിയുടെ ഗ്രോത്തിനെ സഹായിക്കും. കാരണം ബാക്ടീരിയകൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള പല വൈറ്റമിനുകളുടെ മിനറലുകളുടെ അബ്സോർപ്ഷനും വൈറ്റമിനുകളുടെ നിർമ്മാണത്തിനും സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രോബയോട്ടിക്കുകൾ, തൈര് പോലുള്ളവ, തൈര്, യോഗേർട്ട് പോലുള്ളവ, അത്യാവശ്യം ബീട്രൂട്ട് ചേർത്തുള്ള ഭക്ഷണങ്ങൾ, നമ്മുടെ നാട്ടിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന അച്ചാറുകൾ, ഇവയെല്ലാം തന്നെ നമുക്ക് ഈ ഒരു മികച്ച പ്രോബയോട്ടിക്കായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇവ പതിവായിട്ട് കഴിക്കുന്നത് നമുക്ക് ഈ ഉള്ളിൽ തന്നെ ബാക്ടീരിയകൾ വർദ്ധിക്കുന്നതിനും മുടി കൂടുതൽ നന്നായിട്ട് വളരുന്നതിനും സഹായിക്കും. അപ്പോൾ ഞാനിവിടെ പറഞ്ഞ 15 കാര്യങ്ങൾ വളരെ ഫലപ്രദമായിട്ട് നമ്മുടെ മുടി നന്നായിട്ട് വളരാൻ സഹായിക്കുന്നവയാണ്. ഈ ഇൻഫർമേഷൻ നിങ്ങൾ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. കാരണം ഇന്ന് കൊച്ചു കുട്ടികൾക്ക് പോലും മുടി പെട്ടെന്ന് പൊഴിഞ്ഞു പോകുന്ന കേട്ടോ, ആരോഗ്യമില്ലാത്ത മുടി വളർന്നു വരുന്നത് കണ്ടിട്ടുണ്ട്. അവർക്കും പലപ്പോഴും സ്ത്രീകൾക്കും ഞാൻ ഈ പറഞ്ഞ ഇൻഫർമേഷൻ ഒരുപാട് ഉപകാരപ്പെടും. വീണ്ടും ഇനിയൊരു ദിവസം പുതിയൊരു സബ്ജക്റ്റുമായി കണ്ടുമുട്ടാം. ബൈ.